ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ താരം ചക്കയാണ് കേട്ടോ. ചക്കയാണെന്നുകൊണ്ട് ചക്കക്കുരുവാണോ കാണിക്കുന്നതെന്ന് വെച്ചാൽ അല്ല കേട്ടോ. ചക്ക ദേ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് ബേക്കിയിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കാം. ചക്കക്കുരു വൃത്തിയാക്കൽ ഇച്ചിരി പരിപാടിയാണ്, എന്നാലും ഇത് ഈ സീസൺ തുടങ്ങിയിട്ട് ആദ്യത്തെ ചക്കയാണ് കേട്ടോ. അതിൻ്റേതായ എല്ലാ പുതുമയും ഈ ചക്കയ്ക്കുണ്ട്. പോരാത്തതിന് നമ്മുടെ ഈ പെരയിടത്തിൽ കുറേ പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് മുറിച്ച് ലാസ്റ്റ് ഉണ്ടായിരുന്ന വരിക്ക പ്ലാവും പോയി ഗൈസ്. അതിൻ്റെയും കാര്യത്തിൽ തീരുമാനമായി. മുറ്റമൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ആ പ്ലാവും മുറിച്ച് കേട്ടോ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചക്കയൊക്കെ ആർക്കോ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് പഴുത്ത് വീഴുന്നതല്ലാണ്ട് വല്ലാണ്ട് അതിൻ്റെ മുകളിലോട്ട് പോകത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചക്ക കിട്ടാഞ്ഞിട്ടാണോ എന്തോ അതിൻ്റെ കൂടെ ചെറിയൊരിഷ്ടം, ചെറുതല്ലാത്തൊരിഷ്ടം ഉണ്ട് കേട്ടോ. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്ന സംഭവം ഇവിടെ ആപ്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ചക്കയൊക്കെ ഞാൻ അരിഞ്ഞ്, ചക്കക്കുരുവൊക്കെ അരിഞ്ഞ് നമ്മൾ കഴുകി കുക്കറിലോട്ട് ഇടുന്നുണ്ട്. പണ്ട് ചക്കക്കുരു തൊലിക്കാനും അരിയാനും ഒക്കെ ഉള്ള പാട് കരുതി എടുത്ത് കളയുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താ കഥ. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ ഇക്ക വന്നപ്പോൾ പുളി തീർന്നിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുളി കൊണ്ടുവന്നു. ഇതിനെ നമുക്ക് ഭരണിക്കകത്തോട്ട് സെറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് കുറച്ച് പുളിയൊക്കെ എടുത്ത് കഴിച്ച് നോക്കാം. അധികം പുളിപ്പുണ്ടാന്ന് വെച്ചുകൊണ്ട് കേട്ടോ. ചെറിയൊരു മധുരമുള്ളൊരു പുളി, പുതിയ പുളി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം, വെള്ളപ്പുളി. അപ്പോൾ അത് നമുക്ക് ഈ ഭരണിക്കകത്തേക്ക് കുത്തി നിറയ്ക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. 4 ഭരണി. പഞ്ചസാര, ഉപ്പ്, പുളി മുതലായ ഐറ്റംസ് ഞാൻ ഇതിനകത്താണ് ഇട്ട് വയ്ക്കുന്നത്. പിന്നെ ചൂയമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 3 ഉണ്ടായിരുന്നു. 2 ഫ്രിഡ്ജിൻ്റെ അകത്താക്കിയിട്ട് 1 ഞാൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് തേങ്ങയൊക്കെ തിരുകിയിട്ട് ഞാൻ ചാളമീൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിനെ എടുത്തിട്ട് പുളിക്കറി വെച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി സംഭവം നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ അരച്ചിട്ട് തേങ്ങാക്കറിയാക്കാമെന്ന്. കാരണം അന്നമ്മ സ്കൂളിലോട്ട് വന്ന ഉടനെ എൻ്റെ അടുത്ത് ചോദിക്കും, ഇന്ന് ചോറിന് എന്ത് കറിയാമച്ചി, ചുവന്ന കറിയാണോ തേങ്ങ അരച്ച കറിയാണോ എന്നുള്ള കാര്യം. പുള്ളിക്കറിക്ക് തേങ്ങ അരച്ച കറിയാണ് ഇഷ്ടം. എന്നാൽ പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ചക്കയും വെന്ത് വന്നിട്ടുണ്ട്. അതിന് അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്കലത്തേക്കുള്ള എൻ്റെ അടുക്കളയിലെ പരിപാടി കഴിയും കേട്ടോ. ഇനി ബാക്കി രാത്രി നോക്കാം.